പ്ലാന്റിന്റെ പേരിൽ നടക്കുന്ന ഈ കലാപത്തിന്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദി ആരാ? ദേവിക തന്നെ. ദേവികയല്ലേ പ്ലാനിന് അനുമതി കൊടുത്തത്? സാർ ഉൾപ്പെടെയുള്ളവർ പ്ലാന്റിന് വേണ്ടി ശുപാർശ ചെയ്തിരുന്നില്ലേ? ഞാൻ ശുപാർശ ചെയ്തു, പക്ഷെ അപ്പോൾ അനുമതി കൊടുത്തില്ലല്ലോ. ദേവിക ഒരുപാട് ന്യായം പറഞ്ഞു, എന്നെ കൊച്ചാക്കി സംസാരിച്ചു. ഞാനത് വിട്ടു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ അറിഞ്ഞു ദേവിക KK നായരുടെ പ്ലാനിന് ഒടുവിൽ പെർമിഷൻ കൊടുത്തു എന്ന് വെച്ചാൽ മറ്റെന്തോ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുമതി കൊടുത്തിട്ട് അത് എന്റെ തലയെ കൊണ്ടുവയ്ക്കണ്ട. പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്ന കേസായത്, ഒക്കെ ശരി. പക്ഷെ പാർട്ടിയുടെ പേരിലല്ല ദേവിക സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടത്. ദേവികയുടെ മാത്രം റിസ്കിലാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന്റെ മേലുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ആളാ ഉത്തരവാദി, MLA ദേവിക. സർ, ഗിരീഷേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന്റെ മറുപടി ഞാൻ സിദ്ധാർത്ഥനോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ദേവിക സിദ്ധാർത്ഥനോട് ചോദിക്ക്, അയാൾ പറയും. ആ, ദേവികയ്ക്ക് സിദ്ധാർത്ഥനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ തമ്മിൽ പിണക്കമല്ലേ. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. തുടങ്ങി വെച്ച ആൾ തന്നെ പൂർത്തിയാക്കുക. അന്ന് KK നായരുടെ പ്ലാന്റിന്റെ പേരിൽ ദേവിക എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോ ഞാൻ പിന്നീട് ത്യാഗരാജനോട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. മൂക്കാതെ പഴുത്ത ദോഷങ്ങളാ ദേവിക്ക്. അറിവ് കാണും, പക്ഷെ അനുഭവം പോരാ. ദേവികെ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പാർട്ടിയോ മന്ത്രിമാരോ ആരും നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. MLAക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വാ. ഹലോ ഋഷി. ഇസബല്ല, ഇപ്പൊ സംസാരിക്കാവോ? ഫ്രീ അല്ലേ? ആ, പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക്. ചന്ദ്രോത്തുകാരുമായിട്ട് കൂടുതൽ അടുക്കാൻ ഇസബല്ലയ്ക്ക് ഒരവസരം വന്നിരിക്കുക. എന്താ അത്? ആ ഗിരീഷ് പോലീസ് സ്റ്റേഷനിലായ കാര്യം അറിഞ്ഞില്ലേ? ആ, കേട്ടു. ഗിരീഷ് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഇനി ഒരുപാട് അനുഭവിക്കാൻ വിടണ്ട. ഇസബല്ല ചെന്ന് ഗിരീഷിനെ പുറത്തിറക്കണം. ഋഷി എന്തൊക്കെയാ പറയുന്നത്? സാധാരണഗതിയിൽ ഇന്ന് ഗിരീഷിനെ പുറത്തിറക്കുന്നത് പ്രയാസമാണ്. പക്ഷേ ഇസബല്ലയ്ക്ക് ഐസക് സാറിന്റെ സഹായത്തോടെ അതിന് സാധിച്ച ഇസബല്ല പിന്നെ ചന്ദ്രോത്ത് തന്റെ ഉള്ളം കയ്യിലിരിക്കും. KK നായർ ഉൾപ്പെടെയുള്ളവര് ഗിരീഷിനെ പൂട്ടാൻ നിൽക്കുക. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടൊന്നും ഗിരീഷിനെ ഇറക്കാൻ പറ്റില്ല. അവിടെ ഇസബല്ല നേടണം. പിന്നെ പറഞ്ഞില്ലേ, നന്ദൻ ഇയാളുടെ അടിമയായിരിക്കും. ദേവികയെ ചന്ദ്രോത്തുകാർ തൂത്തെറിയും. നീയായിരിക്കും പിന്നെ ചന്ദ്രോത്ത് ഭരിക്കുന്നത്. ഓക്കെ ഋഷി, നീ പറയുന്നത് മനസ്സിലായി. ശരിയാ, ഇതൊരവസരം തന്നെയാ. ഗിരീഷിനെ പുറത്തിറക്കിയിട്ട് ഞാൻ ചന്ദ്രോത്തിനകത്ത് കയറും. നമ്മുടെ പ്ലാനൊക്കെ കൃത്യമായിട്ട് നടക്കാൻ ഇസബല്ല ചന്ദ്രോത്തുണ്ടാവണം. ഓക്കെ, ഡൺ. നീ ഫോൺ വെച്ചോ. ഗിരീഷ് മാഷിന്റെ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. യെസ്. ഈ ഫയൽ പെട്ടെന്ന് SP ഓഫീസിലെത്തി. സാർ. ശരി സാർ.
എന്തായി മാഡം, കെ കെ നായർ പരാതി പിൻവലിക്കൂ? സാർ, ഞാൻ അദ്ദേഹത്തെ കണ്ടു. പക്ഷേ പരാതി പിൻവലിക്കില്ല അല്ലേ? ഞാൻ അറിഞ്ഞു. എന്തു വന്നാലും പരാതി പിൻവലിക്കില്ലെന്ന് അദ്ദേഹം എന്നെ വിളിച്ചറിയിച്ചു. ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു. സാർ, കാര്യത്തിന്റെ സത്യാവസ്ഥ താങ്കൾക്കും അറിയാലോ. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. വധശ്രമത്തിന് കേസെടുക്കാൻ പോവാ. സാർ എന്താ ഈ പറയുന്നേ? കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാണോ? മാഡം പ്ലീസ്, എന്റെ പ്രഷർ എത്രയാണെന്ന് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ആരിടപെട്ടാലും, MLA ഇടപെട്ടാലും അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് മോളിന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ പരാതിക്കാരനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉയർന്ന ആരെങ്കിലും ഇടപെടിപ്പിക്കണം. മാഡത്തിന് അതിനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ മാറണം. എക്സ്ക്യൂസ് മീ. ആഹാ, ദേവിക ഉണ്ടായിരുന്നോ? നമസ്കാരം സർ. ആരാ? മനസ്സിലായില്ല. അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ വലിയ ജനപ്രതിനിധിയൊന്നും അല്ലല്ലോ സർ. അല്ല, വന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. ഒരു മാതൃകാ സ്റ്റേഷനിലോട്ട് കയറി വരുന്ന യുവതിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് സർ? പിന്നെ എങ്ങനെ പെരുമാറണം? ഈ സ്റ്റേഷനിലുള്ള മൊത്തത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ കേൾക്കുന്നുണ്ടല്ലോ സർ. ശരി, ഒരുപാട് ചുറ്റി വളയ്ക്കുന്നില്ല. ഇന്ന് സർ അറസ്റ്റ് ചെയ്ത ഗിരീഷ് എന്ന അധ്യാപകനെയും സുഹൃത്തുക്കളെയും പുറത്തിറക്കാനാ ഞാൻ വന്നേ. അവർക്കെതിരെ FIR ഇടാൻ പോവോ? ഇനിയൊക്കെ കോടതി പറഞ്ഞാൽ മതി. ഗിരീഷ് മാഷ് ഒരു കോടതിയിലും പോവില്ല. സർ ഒരു FIR-ഉം ഇടില്ല. ഈ നാട്ടിലെ നിയമമുണ്ട് സർ. നിരപരാധികളുടെ തലയിൽ വകുപ്പുകൾ കെട്ടിവെച്ച് അകത്താക്കാമെന്നും കരുതണ്ട. ഇത് തന്നെ MLA പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും പോലീസിന് തീരുമാനങ്ങൾ മാറ്റാൻ പറ്റിയിട്ടില്ല. സ്ഥലം MLA-ക്ക് പറ്റില്ലായിരിക്കും, പക്ഷേ എനിക്ക് പറ്റും. സ്ഥലം MLA നോക്കിയിട്ട് നടത്താൻ പറ്റാത്ത കാര്യത്തിന് പുതിയൊരു കഥാപാത്രം കൂടി. കൊള്ളാം. കഥാപാത്രം പഴയത് തന്നെയാ സർ. നമ്മൾ തമ്മിൽ പരിചയമില്ലാത്തതുകൊണ്ട്. എന്തിന്, എങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു എന്നതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പഠിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതുവരെ കേസ് ചാർജ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും കോടതിയിൽ അവരെ ഹാജരാക്കാത്തതുകൊണ്ടും അവരെ ഇപ്പൊ തന്നെ പറഞ്ഞയച്ചേ പറ്റൂ. Who are you? Just pick the call. You'll get all the answers for your questions. ഹലോ. അതെ സാർ. ഇല്ല സാർ. പിന്നെ ചാർജ് എടുത്തിട്ടില്ല സാർ. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. എന്ത് സർ, ഗിരീഷ് മാഷിനെ കോടതിയിൽ ഹാജരാക്കാൻ പോവാണോ? കേസ് രജിസ്റ്റർ ചെയ്യണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. റഹീമേ. സാർ, ദേവിക ടെൻഷൻ ആവണ്ട. ഞാനുള്ളപ്പോ നന്ദനോ നന്ദന്റെ ബന്ധുക്കൾക്കോ ഒരു കുഴപ്പം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ദേവികയ്ക്ക് ഒരു ആവശ്യം വന്നാലും ഞാൻ ഉണ്ടാവും കേട്ടോ. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലേ? ജയിച്ചു നിൽക്കുന്ന ആളെയല്ലേ തോൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഓൾറെഡി തോറ്റു നിൽക്കുന്നവരെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ തോൽപ്പിക്കണോ? നിങ്ങൾ രക്ഷപ്പെട്ടല്ലോടാ. മോളിൽ നിന്ന് ഉത്തരവ് വന്നു നിങ്ങളെയൊക്കെ ഇറക്കി വിടാൻ. ആരാണ് സർ? MLA ദേവിക ഇടപെട്ടിട്ടാണോ? MLA ഒന്നുമല്ല, അതിനും മുകളിലുള്ള ആളാ.
MLA ഭർത്താവിന്റെ ഫ്രണ്ട് ഇസബെല്ല. ഇറക്കി വിടറോ? സാർ, മാഡം, ഇപ്പൊ തന്നെ അവരെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇസബെല്ല. See you again. ആ. ദേവിക, ഞാൻ ഇറങ്ങാം. ഓക്കെ, താങ്ക് യു സർ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ കുട്ടി ചെയ്തത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അനുസരിക്കാനേ എന്നെപ്പോലുള്ള പോലീസുകാർക്ക് പറ്റൂ. MLA എന്ന പദവി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഷ്ടമാണ് മാഡം. MLAക്ക് സാധിക്കാത്തത് നന്ദന്റെ ഫ്രണ്ടിന് സാധിച്ചു. ഇസബെല്ല അല്ലേ? നന്ദൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? ഇസബെല്ല പറഞ്ഞു, ഞാനത് ചെയ്തു. അറിയാലോ, ബെല്ലമൊക്കെ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ട് സ്നേഹമോ നന്ദിയോ കടപ്പാടോ എന്താണെന്ന് വെച്ചാൽ ബെല്ലമോളോട് പറഞ്ഞാൽ മതി. അല്ലേ ഗോനെ? അതല്ലേ എൻ്റെ ശരി? എന്നാലും അങ്ങനെയല്ലല്ലോ സാറേ. ഗിരീഷ് എണ്ണ ഇറക്കാൻ വേണ്ടി വമ്പന്മാർ പലരും ശ്രമിച്ചു നോക്കി. പോലീസ് തന്നെ സാറിന് മുകളിലുള്ളവർ ശ്രമിച്ചു. ഗിരീഷന്റെ പ്രസ്ഥാനത്തിലെ ആൾക്കാരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഇടപെട്ടു. MLA ദേവിക പലവട്ടം സ്റ്റേഷനിൽ കയറി ഇറങ്ങി. ആ CI മൈൻഡ് ചെയ്തില്ല. അയാൾ ആര് വിളിച്ചു പറഞ്ഞാലും കേൾക്കാത്ത ആളാണെന്ന് അറിയുന്നേ. പക്ഷെ അവിടെയാ സാറിന്റെ വില മനസ്സിലാവുന്നേ. നന്ദനാകെ തളർന്നിരിക്കുകയായിരുന്നു. സാറ് ഗിരീഷ് എണ്ണ ഇറക്കിയില്ലായിരുന്നെങ്കിൽ എവന് കുടുംബത്തെ തലയുയർത്തി നടക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ കൈവിടില്ല. ഒരാളെയല്ല 9 പേരെ കൊന്നാലും അവർക്ക് വേണ്ടി ഞാൻ നിൽക്കും. നന്ദൻ്റെ അളിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു, പാപ്പൻ ഇടപെടണമെന്ന് ബെല്ലമോള് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ബെല്ലയെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നന്ദനെയും കെവിനെയും ഒക്കെ അവൾ സ്വന്തം വീട്ടിലെ ആൾക്കാരായിട്ട് കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അവൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും പോലെ അവൾക്കൊരാവശ്യം വരുമ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം. അത് ഞങ്ങളോട് പറയണോ സാർ? നന്ദൻ ഒരാളെ കൊന്നപ്പോ അതിൽ ശരിയും തെറ്റും നോക്കാതെ കൂടെ നിന്ന ആളാ ഇസബെല്ല.
ഇപ്പൊ നന്ദന്റെ അളിയന്റെ കാര്യത്തിലും തെറ്റ് ഗിരീഷന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും എവന് വേണ്ടി ബെല്ല ഇടപെട്ടില്ലേ? അങ്ങനെയുള്ള ബെല്ലയ്ക്ക് വേണ്ടി മരിക്കാനാണെങ്കിലും അതിന് ഞങ്ങൾ തയ്യാറാ. അല്ലട നന്ദ? അതെ സാർ, ബെല്ല എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദന് വേണ്ടി ഇത്രയും ചെയ്ത ബെല്ലയ്ക്ക് വേണ്ടി നന്ദൻ എന്തും ചെയ്യും. അതെ സാർ. മതി, എനിക്കത് മതി. അവളെ കരയിക്കാതായിരുന്നാ മതി. അവൾക്കൊരു സങ്കടം വന്നാലും ഞാൻ സഹിക്കില്ല. അവളുടെ കണ്ണെന്നറിഞ്ഞാൽ അതിന്റെ കാരണക്കാരൻ ഉടയതമ്പുരാനായാലും ഞാൻ പണി കൊടുക്കും. പുള്ളി എന്താണ് നമ്മളെ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞിട്ട് പോയെ? നന്ദ, ബെല്ലെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. വാ ഗിരീഷേ, പതിയെ. ഗിരി, പതിയെ നടക്ക. ഗിരി, ഗിരി എന്താ പറ്റിയ? ഏയ് ഒന്നുമില്ല. അച്ഛാ, ഗിരി, അയ്യോ മോനെ, ഗിരി, എന്താ മോനെ പറ്റിയ? സാറേ, എന്റെ മോനെ പോലീസുകാരെന്താ ചെയ്തേ? ഇല്ലമ്മേ, ഒന്നുമില്ല. രജനി, കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തു. ഗിരീഷേ, ഗിരി, ഇത് കുടിക്ക്. അയ്യോ മോനെ, അയ്യോ ഗിരി മോനെ, എന്റെ മോൻ എന്താ പറ്റിയത്? സാറേ, ഇവന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പോലീസുകാർ വല്ലാതെ ഉപദ്രവിച്ചല്ലേ? അച്ഛാ, എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? പോലീസിനെതിരെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആർക്ക് പരാതി കൊടുത്താലും എന്റെ മോൻ അനുഭവിച്ചതിന് പകരമാകൂ. അമ്മേ, പോലീസ് തല്ലിയിട്ടൊന്നുമില്ല. ഇതിന് കേസും പരാതി ഒന്നുമില്ല. തിരിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ സംഘടനയിൽ ആലോചിച്ച് ചെയ്യും. മോനെ, അത് കൊടുക്കുക തന്നെ ചെയ്യും. എന്തായാലും MLA ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയല്ലോ, അത് തന്നെ ധാരാളം. ഇറക്കിയത് ദേവികയല്ല, ഇസബെല്ലയാ. ദേവിക അപ്പൊ നമ്മളെ പറ്റിക്കായിരുന്നല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവള് സ്റ്റേഷനിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങി. എന്തിനാ? അപ്പോ അവളെ എല്ലാത്തിനും പിറകില്. അവള് തന്നെ അറസ്റ്റ് ചെയ്യിച്ചതും ഇതുപോലെ പോലീസിനെ കൊടുത്ത് തല്ലിച്ചതും
കേക്കി നായർ കൂടെ ചേർന്നിട്ടാ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, എനിക്ക് ചോദിക്കണം ഈ നാടകം എന്തിനായിരുന്നു. രജനി, ദേവികയെ വിളിക്കണ്ട. ദേവിക പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു 2 വട്ടം. പക്ഷേ ഇത് അതിന് മേലെ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ദേവിയെ കൊണ്ട് സാധിക്കാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ. സാറും മന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ. അല്ല ഗിരി, എന്നാലും ഒന്ന് അറിയണമല്ലോ. ദേവിക വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇസബെല്ല നന്ദന്റെ ഫ്രണ്ടല്ലേ? നന്ദൻ ഇടപെട്ട് കാണും. മോളെ, ആദ്യം ഗിരീഷിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ പിന്നെ.